ഹലോ ഗൈസ്, ബഡ്ജസ് വ്ളോഗിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒഡീഷ ഡയറീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ധൗലി സ്തൂപം കാണാൻ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വാഹനങ്ങളും ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഈ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് ശേഷം അവരുടെ വാഹനം വരും, ഒഡീഷ ടൂറിസം. അവരുടെ വാഹനത്തിലാണ് ഈ കുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് ദയാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ആകർഷണമായിട്ടുള്ള ഒരു സ്ഥാപനം, അതായത് നമ്മുടെ മെയിൻ കാണാൻ പോകുന്നത് ധൗലി സ്മാരകം, അതായത് ഒരു ബുദ്ധ പ്രതിമയാണ്. അപ്പോൾ എല്ലാ വാഹനങ്ങളും, ചെറിയ വാഹനങ്ങളാണെങ്കിലും വലിയ വാഹനങ്ങളാണെങ്കിലും ഏത് ടൈപ്പ് വാഹനങ്ങളാണെങ്കിലും പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുക. ഇവിടെയും കുട്ടികൾക്ക് ഫ്രീ ആണ്. അഡൾട്ട്സിന് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ആ 40 രൂപയുടെ ടിക്കറ്റ് ചാർജും എടുത്ത് നമ്മൾ നേരെ ഇവിടെ ഒന്ന് ക്യൂ ആയിട്ട് നിൽക്കുക. വാഹനം വരും, വരിയായിട്ട് വാഹനത്തിൽ കയറുക. ഒരു വാഹനത്തിൽ മാക്സിമം 16 തൊട്ട് 18 ആളുകളെയാണ് ഇരുന്ന് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അതിലോട്ട് കയറി. കാരണം കുറച്ച് പേര് വരുന്നില്ല എന്ന് പറഞ്ഞു. ഈ വാഹനത്തിൽ പോയതിന് ശേഷം അവിടെയും കുറേ സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം വാഹനത്തിൽ കയറി അവിടെ പോയിട്ട് പിന്നെയും സ്റ്റെപ്പിലേക്ക് കയറി ഏകദേശം 4 കിലോമീറ്ററോളം യാത്ര ചെയ്താലേ നമുക്കവിടെ എത്താനായിട്ട് കഴിയൂ. ഇത് എല്ലാം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞു മറ്റ് വാഹനങ്ങളൊന്നും പോയില്ല, അവരുടെ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടൂ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒഫീഷ്യൽസ്. അങ്ങനെ വാഹനം അവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം ആ സ്തൂപം കാണാൻ പോകാൻ. ഈ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്കൊക്കെ ധാരാളം സ്വീറ്റ്സിൻ്റെ കടയൊക്കെ ഉണ്ട്. സ്വീറ്റ്സ് മാത്രമല്ല, പല തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് സ്തൂപം കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ വാങ്ങിക്കാമെന്ന് കരുതി നേരെ സ്തൂപത്തിനടുത്തേക്ക് പോയി. ഈ മുന്നിൽ കാണുന്നതാണ് ധൗലി സ്തൂപം. അപ്പോൾ ഇനിയും സ്റ്റെപ്പുകളുണ്ട്. ഇവിടം വരെ നമുക്ക് ചെപ്പൽസ് അലൗഡാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ ചെപ്പൽസ് ആ താഴെയുള്ള സ്റ്റെപ്പിലിട്ടിട്ട് മുകളിലേക്ക് കയറണം. അപ്പോൾ ഇവിടെ നിന്ന് ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുത്തു തരാനും സിംഗിൾ ഫോട്ടോസ് എടുത്തു തരാനും നമ്മുടെ ഫോട്ടോ ചേട്ടന്മാർ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഫോട്ടോസ് അവരെടുത്തു തരും. നമ്മൾ ഈ സ്തൂപം കണ്ട് മുകളിൽ കയറി അതിനൊരു വലത്തൊക്കെ വെച്ച് സാധനങ്ങളൊക്കെ കണ്ട് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഫോട്ടോ റെഡിയാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും കൊണാർക്ക് പോയി അവിടെ ഉണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും ഈ ചേട്ടന്മാർ അവിടെ നമ്മളെ കാത്ത് നിൽപ്പുണ്ട്. സൈസിനനുസരിച്ച് പല പല റേറ്റുകളാണ്. അപ്പോൾ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും നിർത്തി ഒരു ഫോട്ടോ എടുത്തു. അല്ലാതെ ഗ്രൂപ്പിലുള്ള ഓരോ ഫാമിലിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഈ 4 ദിക്കിലും ബുദ്ധനുണ്ടെങ്കിലും ആദ്യത്തേതിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കിടക്കുന്ന ബുദ്ധനാണ്, അപ്പുറത്ത് ഇരിക്കുന്ന ബുദ്ധനാണ്, പിന്നെ നിൽക്കുന്ന ബുദ്ധനാണ്. അങ്ങനെ ബുദ്ധ പ്രതിമയാണെങ്കിൽ പോലും അതിൽ വ്യത്യസ്തത ഉണ്ട്. എന്താണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ അശോക മഹാരാജാവിനെ പറ്റി നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. കലിംഗ യുദ്ധം, ആ കലിംഗ യുദ്ധം നടന്നത് ഈ കുന്നിൻ ചെരുവിലാണ് എന്നും ഒരു ഹിസ്റ്ററി പറയപ്പെടുന്നു. എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. ഇതാണ് കലിംഗ യുദ്ധം നടന്ന സ്ഥലമെന്നും അവിടെ ഒരാൾ പറയുന്നതായിട്ട് കേട്ടു. അപ്പോൾ അവിടെ ചെന്നാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭുവനേശ്വർ സിറ്റി മുഴുവനും നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ വേറെ പൂജയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ആ ബുദ്ധ പ്രതിമയുടെ മുമ്പിലായിട്ട് ഡൊണേഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഓരോ ദിക്കിലുമുള്ള ബുദ്ധൻ ഓരോ രൂപത്തിലും ഭാവത്തിലുമാണ്. അതവിടെ ചെന്ന് നമുക്ക് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ജീവൻ തുടിക്കുന്ന ആ ശില്പങ്ങളുടെ ആകർഷണവും അതിൻ്റെ ഭംഗിയും മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. നല്ല വെയിലാണ്. എനിക്കൊന്ന് ഈ കുന്നിന് മുകളിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലാണ്. വൈകുന്നേരമാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളുണ്ട്. പക്ഷേ വെയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ക്യാമറയിൽ നല്ല നല്ല പിക്ചേഴ്സ്, നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് വീഡിയോ പകർത്താനായിട്ട് സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങളുടെ 5ാമത്തെ ദിവസം, മാത്രവുമല്ല ഞായറാഴ്ചയും കൂടിയാണ് ഒഡീഷയിൽ. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഇത് കഴിഞ്ഞ് നമ്മളെ നേരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. സമയമുണ്ടെങ്കിൽ നമുക്കൊരു പർച്ചേസിങ്ങിനുള്ള ടൈമും കൂടെ കിട്ടും. ഭുവനേശ്വർ മാർക്കറ്റ്, അവിടെ നമ്മളെ അങ്ങ് ഫ്രീ ആയിട്ട് വിടും. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. എന്നെപ്പോലെ തന്നെ ധാരാളം വേറെ വ്ളോഗർമാരും ഉണ്ട്. പിന്നെ ഈ ചുറ്റിലും ഈ 2 സിംഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ല ഒരു ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ തന്നെയാണ്.
അപ്പോൾ ഭുവനേശ്വർ ഒഡീസയിൽ ട്രിപ്പിന് പോകുന്നവർ ഉറപ്പായിട്ടും കാണേണ്ട മറ്റൊരു ലൊക്കേഷൻ കൂടിയാണിത്. മിസ് ചെയ്യരുത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറാനായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. നമ്മളിവിടെ ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ പോലും അപ്പുറത്തുള്ളവർ നടന്ന് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്. ക്യൂ പാലിക്കാമെന്ന് അവിടെ എവിടെയില്ല. അമ്പലത്തിലാണെങ്കിൽ പോലും ക്യൂ പാലിക്കുക എന്നുള്ളൊരു ഒരു മര്യാദ അവിടെയില്ല. നമ്മുടെ നാട്ടിലും വളരെ കുറവാണ്. എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ നേരെ തിരിച്ച് ബസ്സിലേക്ക് പോവുകയാണ്. അടുത്ത കാഴ്ച അടുത്തത് എങ്ങോട്ടാണ്? മിക്കവാറും നമ്മുടെ മാർക്കറ്റിൽ, ഭുവനേശ്വർ മാർക്കറ്റിലായിരിക്കും നമ്മുടെ അടുത്ത ലൊക്കേഷൻ. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.